ജെൻസി എന്തിനാണ് മരിക്കുന്നത്? എല്ലാ തലമുറ ഉണ്ടായപ്പോഴും അതിന് തൊട്ടു മുമ്പത്തെ തലമുറ അവർ ഇത് തന്നെയാണ് അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തലമുറയിലുള്ളവരാരും രക്ഷപ്പെട്ടില്ലേ? നമ്മൾ 10 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില വർക്കുകൾ 2 മണിക്കൂറിനകത്ത് ചെയ്ത് തീർക്കും. ഇവരെക്കാളും നല്ല അസറ്റ്, ബിക്കോസ് ദേ ആർ എക്യുപ്ഡ് വിത്ത് ടെക്നോളജി. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. സാധാരണ അതിൽ ഞങ്ങളുടെ പോലുള്ള സ്ഥാപനങ്ങളിൽ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ട്. പക്ഷേ എൻബ്രിഡ്ജിൽ അക്കാഡമിക് കൗൺസിലേഴ്സ് ഇല്ല, എൻബ്രിഡ്ജിൽ പഠനമില്ല, എൻബ്രിഡ്ജിൽ ടീച്ചേഴ്സ് ഇല്ല, എൻബ്രിഡ്ജിൽ സ്റ്റുഡൻസ് ഇല്ല. സോ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് ഏത് തരത്തിലുള്ള ജോബ് വേണം, ഏത് തരത്തിലുള്ള ലൈഫ് വേണം, ഏത് തരത്തിലുള്ള ഒരു കരിയർ വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ആണ് ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത്. അത് അന്നും ഇന്നും 48 അവേഴ്സ് കൊണ്ട് നല്ലൊരു ശതമാനം ആളുകളും പല കമ്പനികളിലായിട്ട് പ്ലേസ്ഡ് ആയിപ്പോയി. ഒരു മിടുക്കനെ വീണ്ടും മിടുക്കനാക്കി മാറ്റാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അത്ര മിടുക്കില്ലാത്ത ഒരാളെ മിടുക്കനാക്കി മാറ്റുന്നിടത്താണ് ശരിയായ വെല്ലുവിളി ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം. നിങ്ങളൊരു തൊഴിലന്വേഷകനാണോ? അടുത്ത കാലത്ത് എങ്ങാനും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇത് കാണണം, ഇത് കേൾക്കണം. ഒരു തൊഴിൽ വിപണിയുടെ 2 പ്രധാന ഘടകങ്ങളാണ് തൊഴിൽ ദാതാവും തൊഴിലന്വേഷകരും. ഇവർ 2 കൂട്ടരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ഇന്നത്തെ വാല്യൂ പ്ലസിന്റെ അതിഥി, എൻബ്രിഡ്ജിന്റെ ഫൗണ്ടറായ അനീഷ് അവര. സ്വാഗതം സർ. താങ്ക് യു. ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്നായിരുന്നല്ലോ തുടക്കം. ആ കോർപ്പറേറ്റ് ലൈഫിൽ തുടങ്ങി, അതായത് ഒരു സാധാരണ ജീവനക്കാരനായി കുറേ കാലം ജോലി ചെയ്തു. അതിനുശേഷം എൻബ്രിഡ്ജ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എത്തി നിൽക്കുന്നു. ആ ഒരു യാത്ര വളരെ ചുരുക്കത്തിൽ അതിലെ ഏറ്റവും നിർണായകമായ പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയൂ. അത് ഈ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു സാധാരണ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എയർടെല്ലിലായിരുന്നു എൻ്റെ ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത് HDFC ബാങ്കിലാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ പാഷനിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പാഷനിലേക്ക് തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാനൊരു ട്രെയിനറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്ന് പറയുന്നത് ആളുകളോട് സംസാരിക്കുക എന്നുള്ളതാണ്. എൻ്റെ പാഷൻ അതാണ്. സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള സംഗതിയാണെങ്കിലും അത് ഈ രീതിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് ഞാൻ ഒരിക്കലും മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയായിരുന്നു. കാരണം സംസാരിക്കണമെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, പല രീതിയിൽ പോയി സംസാരിക്കാം. വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു സ്പീക്കറായിട്ടൊക്കെ വേണമെങ്കിൽ നടക്കാം. ആ സമയത്ത് എല്ലാ ബാങ്കുകളിലും, HDFC ബാങ്ക് ആയിക്കോട്ടെ, ICICI ബാങ്ക് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ബാങ്കുകളിലും, ദെൻ പുറത്ത് ഒരുപാട് ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഇവിടെയൊക്കെ എല്ലായിടത്തും ധാരാളമായ വേക്കൻസീസ് ഉണ്ട്. IT അതിൻ്റെ ബൂമിൽ നിൽക്കുന്നു, അവിടെയും അവസരങ്ങൾ. പക്ഷേ പലപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ കൊളീഗ്സിനോട് സംസാരിക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല, വർക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് ആളെ കിട്ടുന്നില്ല എന്നൊരു കമൻറ്റ് കേൾക്കുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിൽ ധാരാളമായ ഇൻ്റർവ്യൂസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. സെലക്ട് ചെയ്യപ്പെടുന്ന റെസ്യൂംസിനേക്കാളും കൂടുതൽ റിജക്റ്റ് ചെയ്യപ്പെടുന്ന റെസ്യൂംസ് ആയിരുന്നു. നല്ല നിലവാരമുള്ള ആളുകൾ, അതായത് നല്ല വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ വന്നിട്ടും നമ്മൾ ചിലപ്പം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇയാൾ വേണ്ട എന്ന് തീരുമാനിച്ച് മടക്കി വിടുന്ന അവസ്ഥ. ഇനി അഥവാ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മേളിലേക്ക് HR റൗണ്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മേളിലേക്ക് പോകുമ്പോൾ അവിടുന്ന് റിജക്ഷനായി പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് കാരണമായിട്ട് മനസ്സിലായ ഒരു സംഗതി എന്ന് പറയുന്നത് ഇവർക്ക് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതും, ദെൻ എംപ്ലോയീസിനോട് എന്താണ് ആവശ്യമുള്ളത്. അക്കാഡമിക് നോളജ് ഉണ്ട് അവർക്ക്, പക്ഷേ എംപ്ലോയീസിന് ആവശ്യമുള്ള പ്രിസൈസ്ഡ് വർക്ക് എന്താണ്. കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് കൊടുത്തുകൊണ്ട് എംപ്ലോയീസിന് നേരിട്ട് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നില്ല. ഓഫ് കോഴ്സ് ഞാൻ ഡിഗ്രി തള്ളി പറയുകയല്ല, അടിസ്ഥാനപരമായി ആ യോഗ്യത വേണം. പക്ഷേ അപ്പോഴും ഒരു ജോബ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ജോബ് പലപ്പോഴും എംപ്ലോയീസിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഒരു ജോബ് സീക്കറെ കിട്ടിക്കഴിയുമ്പോൾ, ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ആളെ ഇവരുടെ ചിലവിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ്, ട്രെയിനിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന് അത് സമയനഷ്ടമാണ്, അവർക്കത് പണം നഷ്ടം വരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് റെഡി ആയിട്ട് ഉള്ള ആളുകളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് പല എംപ്ലോയീസിനും അങ്ങനെ ഒരു ചിന്തയുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ആവശ്യകതയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ആ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസാണ് ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത്, അത് അന്നും ഇന്നും. അപ്പോൾ ആ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. എംപ്ലോയീസിന് ആവശ്യമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്.
അന്ന് എൻബ്രിഡ്ജ് ജനിച്ചിട്ടില്ല. അത് മറ്റൊരു പേരിൽ വോക്കോസ് എന്നുള്ള പേരിൽ ഞങ്ങൾക്കൊരു ഫിനിഷിംഗ് സ്കൂളുണ്ട്. അന്ന് ഫിനിഷിംഗ് സ്കൂളായിരുന്നു കോൺസെപ്റ്റ്. പക്ഷേ ആ ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങി 2 മാസം പോലും ആകുന്നതിന് മുമ്പ് നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും, എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തി. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ല. ആദ്യം കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടി, പെട്ടെന്ന് തന്നെ ആദ്യം ഒരു 10 പേര്, പിന്നെ ഒരു 7 പേര്, 3 പേര്, അതോടെ തീർന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത്. അതായിരുന്നു ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. അവിടെ ഒരു ദിവസം നമുക്കുണ്ടായ ഒരു തിരിച്ചറിവ്, അതായത് ഞങ്ങൾക്കൊരു എൻഡ് പ്രോഡക്റ്റ് ഇല്ല. ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നു, എംപ്ലോയീസിന് റെഡി ആകുന്ന രീതിയിൽ, ഉപയോഗപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഇവരെ പുറത്തേക്ക് വിടുന്നു. പക്ഷേ ജോബ് ഇവർ സ്വന്തം നിലയിൽ കണ്ടുപിടിക്കണമായിരുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ റോളായിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടിരുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഈ എംപ്ലോയീസിനെ കോൺടാക്ട് ചെയ്യുകയും ഞങ്ങളുടെ കയ്യിലുള്ള ആളുകളെ ഈ എംപ്ലോയീസുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 48 hours ടൈം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി ഏതാണ്ട് ഒരു 4 ദിവസത്തിന് 48 hours കൊണ്ട് നല്ലൊരു ശതമാനം ആളുകളും പ്ലേസ്ഡ് ആയി പോയി. ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന 20 പേരും കമ്പനീസിലേക്ക്, പല കമ്പനികളിലായിട്ട് പ്ലേസ്ഡ് ആയിപ്പോയി. സോ ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. അവിടുന്ന് വിത്തിൻ നോ ടൈം ഞങ്ങൾക്ക് എൻക്വയറീസ് ധാരാളമായിട്ട് എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ട്രെയിനിങ് കിട്ടിയ ആളുകൾ ധാരാളമായിട്ട് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറേ കാലം ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് കമ്പനീസുമായിട്ട്, അവരുടെ HR മാത്രമല്ല അവരുടെ ഫൗണ്ടേഴ്സായിട്ട്, ഡയറക്ടേഴ്സായിട്ടും ഒക്കെ നേരിട്ട് ബന്ധം വരികയും അവർ പ്രിസൈസ്ലി ഞങ്ങളെ റിക്വയർമെൻറ്റ് അറിയിക്കുന്നൊരവസ്ഥ വന്നു. ഇന്ന രീതിയിലുള്ള ആളുകൾ വേണം, ഇന്ന ക്വാളിറ്റീസ് ഉള്ളവർ വേണം, ഇന്ന സ്കില്ലുള്ളവർ വേണം എന്നുള്ളത്. അതിനനുസരിച്ച് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റേജത്തേക്ക് എത്തി. അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. കേരളത്തിലെ ഒട്ടുമുക്കാൽ എംപ്ലോയീസുമായിട്ട് എനിക്ക് നേരിട്ടൊരു ബന്ധമുള്ള ഒരവസ്ഥ വന്നു. കേരളത്തിന് പുറത്തേക്ക് നമ്മൾ അത്യാവശ്യം അറിയപ്പെടുന്നൊരു സ്റ്റേജെത്തി. അപ്പോഴെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഫ്രഷേഴ്സ് എന്ന് പറയുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരെ നമുക്ക് കണ്ടുപിടിച്ചിട്ട്, അവർക്ക് ഒത്തിരി ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല, പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഫ്രഷേഴ്സിൻ്റെ കേസിലായിരുന്നു നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നത്. എംപ്ലോയീസിന് എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴേക്കും നമ്മൾ കാണാറുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വേണമെന്ന്. സത്യത്തിൽ എംപ്ലോയീസിന് എക്സ്പീരിയൻസ്ഡ് ആളുകളെ വേണമെന്ന് അവർ പറയുന്നത് അവരുടെ ഒരു അവസ്ഥ കൊണ്ട് അവർ പറയുന്നതാണ്. ദേ വില്ലിങ് ടു ടേക്ക് ഫ്രഷേഴ്സ്. പക്ഷേ ഈ ഫ്രഷർ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇയാളെ ഒരു വർക്ക് ലൈഫ് പഠിപ്പിക്കാൻ, അയാളെ സ്കില്ലുകൾ പഠിപ്പിച്ചെടുക്കാനായിട്ട്, എല്ലാത്തിലുപരിയായിട്ട് അയാൾക്ക് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ ഞങ്ങളുടെ സമയം അവിടെ പോകും എന്നുള്ളത് കൊണ്ടാണ് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫ്രഷേഴ്സിനെ വേണ്ട, എക്സ്പീരിയൻസ് മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഫ്രഷേഴ്സിനെ അവരെടുക്കാൻ തയ്യാറാകും എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. കാരണം അത്രയധികം എംപ്ലോയീസുമായിട്ട് നമുക്ക് അന്ന് ബന്ധമുണ്ട്. സോ ആ ബോധ്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് എൻബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ അതാണ് എൻബ്രിഡ്ജിലേക്കുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇലക്ഷനൊക്കെ വരുമ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് തൊഴിലില്ലായ്മ. അതിൽ നമ്മൾ പറയും യുവാക്കൾക്ക് തൊഴിലില്ല എന്ന് പറയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഒരേ സമയം ഇത്രയധികം ആൾക്കാരെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയധികം ആൾക്കാർ തൊഴിലില്ലാതെ നിൽക്കുന്നു, ഒരു വശത്ത് തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, പക്ഷെ മറുവശത്ത് ഇത്രയധികം കമ്പനികൾ റിക്രൂട്ട്മെന്റിന് തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചില ഏരിയയിൽ നമ്മുടെ ആദ്യമായി വരുന്ന ആൾക്കാർക്ക് ചില ശേഷികൾ കുറവ്, അല്ലെങ്കിൽ ചില നൈപുണ്യങ്ങൾ കുറവുണ്ട്. അപ്പോൾ അവരെ ആ രീതിയിൽ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനായ വ്യക്തിയെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലിന് ശേഷിയുള്ള വ്യക്തിയായിട്ട് എൻബ്രിഡ്ജ് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കത്തില്ല. ഒരു 10th ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഒരേ ടീച്ചറാണ്, ഒരേ സിലബസാണ്, ഒരേ സ്കൂളാണ്, ഒരേ ക്ലാസ് റൂമാണ്.
എക്സാം സെയിം ആണ്, എവറിത്തിങ് ഈസ് സെയിം. പക്ഷേ 40 പേർക്ക് 40 മാർക്കല്ലേ കിട്ടുന്നത്. ചിലർ വളരെ ഉയർന്ന നിലവാരത്തിൽ പോകും, ചിലർ ആവറേജായിട്ട് നിൽക്കും, ചിലർ പരാജയപ്പെടാൻ വരെ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് പറ്റുന്നത് എന്നുള്ളത് ഈ വരുന്നയാളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ജോബ് സീക്കറെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ട്രെയിനിങ് എടുക്കാൻ വരുന്ന ഒരാളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഞങ്ങളുടെ പോലുള്ള സ്ഥാപനങ്ങളിൽ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ട്. പക്ഷേ എൻബ്രിഡ്ജിൽ അക്കാഡമിക് കൗൺസിലേഴ്സ് ഇല്ല. ഞങ്ങൾക്കുള്ളത് CCS ആണ്, കോർപ്പറേറ്റ് കരിയർ സ്പെഷ്യലിസ്റ്റ്. കരിയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആളുകൾ കൃത്യമായിട്ട് വിവിധങ്ങളായ തൊഴിലവസരങ്ങളെക്കുറിച്ച് കമ്പനീസിൽ കിട്ടാൻ സാധ്യതയുള്ള, അത് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ലോകത്തിലുള്ള എല്ലാ വേക്കൻസീസും ട്രീറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് പ്രൊഫഷൻസിലാണ്. സോ മാനേജ്മെൻറ്റ് കൈൻഡ് ഓഫ് ജോബ്, അതായത് ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ദെൻ ഡിസൈനിങ്, ഇതിലൊക്കെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഡിസൈനിങ് എന്ന് പറയുമ്പം തന്നെ അവിടെ മാർക്കറ്റിങ്, അതുപോലെ തന്നെ ബ്രാൻഡ് ബിൽഡിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ ട്രെയിനീസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോക്കസ് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾക്ക് ഇതിലേത് കരിയർ ആയിരിക്കും സ്യൂട്ടാകുക എന്നുള്ളത് ഞങ്ങളവരെ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും അവരോട് പർട്ടിക്കുലർ കരിയർ ചൂസ് ചെയ്യാനായിട്ട് പറയാറില്ല. കാരണം ഒരു അഡ്വൈസർക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അവരെന്താവണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. സോ ഇവിടെ കരിയറാണ് പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നത്. പ്രശ്നമായിട്ടല്ലെങ്കിൽ കരിയറാണ് ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ കേസിനകത്ത്. കാരണം നമ്മൾ പൊതുവെ നമ്മുടെ കുട്ടികളോട് ആളുകൾ പറയുന്നൊരിതാണ്, നീ BCom പഠിക്കുന്നതാണ് ആദ്യമേ അവിടെ പറയുന്നത്. നീ BCom നിനക്ക് അക്കൗണ്ടൻ്റ് ആവാം. പണ്ട് മുതൽ കേൾക്കുന്ന ഒരു സെൻറ്റൻസാണ്. എൻബ്രിഡ്ജിൻ്റെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ നീ BCom ഇതാണ് എൻബ്രിഡ്ജിന് പറയാനുള്ള മെസ്സേജ്. BCom പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻ്റ് ആകുമെന്നല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഞങ്ങളുടെ തിയറി എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിങ്. സോ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് ഏത് തരത്തിലുള്ള ജോബ് വേണം, ഏത് തരത്തിലുള്ള ലൈഫ് വേണം, ഏത് തരത്തിലുള്ള ഒരു കരിയർ വേണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾക്ക് മൈഗ്രെയിൻ ഉള്ള ആളാണെങ്കിൽ, താങ്കൾക്ക് ഉറക്കം അളയ്ക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ, താങ്കൾ ഒരു നഴ്സിംഗ് കരിയർ ചൂസ് ചെയ്യുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. കാരണം ഒരു നഴ്സിന് തീർച്ചയായിട്ടും നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് താങ്കൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താങ്കൾ ആ കരിയർ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്കോപ്പാണെന്ന് പറയുകയും അതിൻ്റെ പേരിൽ ഫാമിലീസ് കുട്ടികളെ നേഴ്സിംഗിലേക്ക് തള്ളിവിടുകയും, നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഈ പ്രൊഫഷൻ എനിക്ക് പറ്റില്ല, അത് ഞാനീ പറഞ്ഞ മൈഗ്രെയിൻ്റെ കേസ് കൊണ്ട് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് കാണുമ്പം ഉണ്ടാകുന്ന ഭയമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കണ്ടിട്ട് വന്ന ട്രോമ ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാണും. സോ ഈ കാരണങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാതെ നേഴ്സിംഗ് പഠിച്ചാൽ ജോബുണ്ട്, അയൽവക്കത്തെ വീട്ടിലെ കുട്ടി നേഴ്സിംഗ് പഠിച്ചു UK പോയി, അതുകൊണ്ട് എൻ്റെ മോളും നേഴ്സിംഗ് പഠിക്കാം എന്നുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഇയാളുടെ ടേസ്റ്റ് അവിടെ ഒരിക്കലും വരുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ ചോയ്സ് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇയാൾക്ക് ഞാനീ പറഞ്ഞതുപോലത്തെ താല്പര്യക്കുറവുകളുണ്ടെങ്കിൽ അയാൾ ആ പ്രൊഫഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ജോബിന് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഇയാൾ അവിടെ ഫിറ്റ് അല്ല എന്നുള്ളത് ഇദ്ദേഹം പോലും തിരിച്ചറിയുന്നത്. ആ ആളുടെ കരിയർ എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലുപരിയായിട്ട് ആ ആളെ അവിടെ ജോബിന് കയറുന്നോ ആ എംപ്ലോയർക്കും ഇദ്ദേഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ജോബ് ചെയ്യുന്ന ഒരാൾ അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ആൾക്ക് ആ സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അത് ഏത് പ്രൊഫഷണലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, മറിച്ച് ഇദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ലൈഫാണ് വേണ്ടത്, അതായത് എവിടെയാണ് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വിത്തിൻ കേരളയാണോ, ഔട്ട്സൈഡ് കേരളയാണോ, ഔട്ട്സൈഡ് ഇന്ത്യയാണോ, അതുപോലെ പാക്കേജ്, അദ്ദേഹത്തിന് ഒരു ഫ്രഷർ എന്ന നിലയിൽ നമുക്ക് പാക്കേജിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഏതൊരു വലിയ ആൽമരവും ഒരു കാലത്ത് ഒരു ചെറിയ തൈയായിരുന്നു, അല്ലെങ്കിൽ ചെറിയ വിത്തായിരുന്നു. ആ വിത്തിൽ നിന്നാണ് അത് അത്രയും വലിയ ആൽമരമായി വളർന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ആൽമരത്തെ അല്ലെങ്കിൽ ഒരു വിത്ത് വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. നമ്മൾ ആ ആൽമരം വളർന്ന് വലുതായി കഴിയുമ്പോഴുള്ള അവസ്ഥ കണ്ടിട്ടാണ് എത്ര വലിയ മരമാണ് എന്ന് നമ്മൾ പറയാറ്. അപ്പോൾ കരിയറിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ മാസത്തിലോ ആദ്യത്തെ വർഷത്തിലോ എത്ര പാക്കേജ് കിട്ടിയെന്നതിനെക്കുറിച്ച് ബോധർ ചെയ്യാതെ അൾട്ടിമേറ്റ്ലി ഇദ്ദേഹത്തിന് ഒരു 5 years ഒക്കെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഏത് ലെവൽ പാക്കേജ് വേണം, ഏത് പൊസിഷനിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഏത് സ്ഥലത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഏത് ടൈപ്പ് കമ്പനീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നു.
ഒരു 18 വയസ്സുകാരനോ ഒരു 21 വയസ്സുകാരനോ അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഞങ്ങളത് അവരുടെ അടുത്ത് ബ്രീഫ് ചെയ്യുന്നു. അത് കേട്ടതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം അവർക്ക് ഏത് തരത്തിലുള്ള ഒരു ലൈഫാണ് അല്ലെങ്കിൽ കരിയറാണ് വേണ്ടതെന്നുള്ളത്. അതിനെ ബേസ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പ് ലൈഫാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. സോ അതിനനുസരിച്ചാണ് ആളുകൾ ഞങ്ങളുടെ അടുത്തുനിന്ന് പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത്. അപ്പോഴും അവരുടെ ഡിസിഷൻ തെറ്റിപ്പോയെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കാരണം ചിലരെ കൊണ്ട് അത് സാധിക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളത് വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറയും അവരുടെ അടുത്ത്. കാരണം ഇവർ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ ജോബ്ലെസ് ആയിട്ട് നടക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള സംഗതിയാണ്. ഞങ്ങളുടെ അടുത്ത് ട്രെയിനിങ് എടുക്കുന്ന ആളുകളിൽ ഏതാണ്ട് 90% ഞങ്ങൾക്ക് ജോബ് കൊടുക്കേണ്ടി വരാറില്ല. കാരണം ആ രീതിയിലുള്ള കരിക്കുലമാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്, പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ദെൻ ഞങ്ങളുടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് ആണ്. കാരണം ഞങ്ങളുടെ ഒറിജിനൽ അതാണല്ലോ, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണല്ലോ. സോ ആ ഇൻ്റർവ്യൂ ട്രെയിനിങ് കൂടെ കഴിയുന്നത് വഴി ഇവർ സ്വയം ജോബ് നേടാനായിട്ട് പ്രാപ്തരാണ്. എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ റെസ്യൂം പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യണം, എങ്ങനെ ഇൻ്റർവ്യൂ റൂമിൽ പെരുമാറണം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറേ അധികം ചോദ്യങ്ങൾ, അതുപോലെ സിറ്റുവേഷൻ മാനേജ്മെൻറ്റ് അപ്രത്യക്ഷമായി വരുന്ന, കാരണം ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുന്നവർ എങ്ങനെ ആയാലും നമ്മളെക്കാളും മിടുക്കരാണ്. സോ അവരെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഇതിനേക്കാളും കൂടുതൽ നമ്പേഴ്സ് അവർ സ്വയം ജോബിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അവരുടെ കരിയർ അവിടെ ഓൾറെഡി അവരതിനകത്തേക്ക് ഫിറ്റ് ആയതുകൊണ്ടാണ് അവരതിൽ കയറി പോകുന്നത്. ഇനി അങ്ങനെ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ക്ലയൻറ്റ് കമ്പനികളിൽ ഞങ്ങളവരെ പ്ലേസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ജോബ്ലെസ് ആയിട്ട് നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സോ ഇവർ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് കറക്റ്റ് ഒരു കരിയർ കിട്ടാതെ പോവുകയും ചെയ്യും. സോ ഞങ്ങളുടെ അസസ്മെൻറ്റ്, ഞങ്ങൾ തുടക്കത്തിൽ നടത്തുന്ന അസസ്മെൻറ്റും ഇവർക്ക് കൊടുക്കുന്ന ആ ഗൈഡ് ലൈനുമാണ് ഒരു സാധാരണക്കാരനെ പോലും ഒരു കരിയറിലേക്ക് എത്തിക്കാം എന്ന് ഞങ്ങളുടെ കോൺഫിഡൻസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ട്രെയിനർ എത്ര മിടുക്കനാണെങ്കിലും അവാർഡ് വിന്നിങ് ടീച്ചറാണെങ്കിലും ശരി, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അയാളുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ, കഴിവില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ ഒരു ട്രെയിനിയും പുറത്തു നിൽക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും എൻ്റെ കോൺടാക്ട് നമ്പറുണ്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത് നേരിട്ടാണ്. അതെനിക്ക് നിർബന്ധമുള്ളൊരു സംഗതിയാണ്. ഇവർ ഞാനുമായിട്ട് പരിചയപ്പെട്ടിരിക്കണം എന്നുള്ളത്. ആദ്യത്തെ ഡേയിൽ അല്ലെങ്കിൽ ഞാൻ അവരെ മീറ്റ് ചെയ്യുന്ന ഡേയിൽ ഞാൻ അവർക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ പാസ് ചെയ്യാറുണ്ട്. എൻബ്രിഡ്ജിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടെങ്കിലും നാളെ അവർക്ക് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റാരെയും വിളിക്കേണ്ട, എന്നെ നേരിട്ട് വിളിക്കാനായിട്ടുള്ള സാഹചര്യം അവർക്കുണ്ട്. അപ്പോൾ നാളെ ഒരാൾ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരിക്കലും കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ലെന്നല്ല, മനുഷ്യരാണ്. സോ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ സംഭവിക്കാം. പക്ഷെ അത് കേട്ടാൽ ഞങ്ങൾ പരിഹരിക്കും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ഒരു സാധാരണക്കാരനായ ട്രെയിനിയെ അല്ലെങ്കിൽ ജോബ് സീക്കറെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അയാളുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ എനിക്ക് കരിയർ വേണം, അതിന് ഞാൻ ചേഞ്ചിലൂടെ ട്രാൻസ്ഫോർമേഷനിലൂടെ പോകാൻ തയ്യാറാണ് എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അയാളുടെ 100% സഹകരണം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ എനിക്ക് 100% ഉറപ്പുണ്ട് വിത്തിൻ നോ ടൈം ഞങ്ങൾ അയാളെ ഒരു കരിയറിൽ പ്ലേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻബ്രിഡ്ജിൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾ, ആ വ്യക്തി ഒരു ചെടിയാണെങ്കിൽ ഈ ചെടിയെ ഏത് മണ്ണിൽ നടണം എന്ന കാര്യം പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഊട്ടിയിൽ വളരുന്ന ഒരു ചെടി ചിലപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ കൃത്യമായിട്ട് എവിടെ ഏത് പാകത്തിൽ വളം കൊടുത്ത് ഏത് പാകത്തിൽ വെള്ളം ഒഴിച്ച്, എല്ലാ ചെടിക്കും ഒരേ അളവിലല്ല നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. പലപ്പോഴും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുമ്പിൽ ഒരു റെസ്യൂമെയുമായി ചേർന്ന് പകച്ചു നിൽക്കുന്ന പല ഉദ്യോഗാർത്ഥികളെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പകച്ചു നിൽക്കുന്നവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിൽ ഏത് രീതിയിൽ
രീതിയിലായിരിക്കാം ആ ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു ആഘോഷം, ഉല്ലാസം ആ ഒരു രീതിയിൽ പോകുന്ന കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ കുറവായിരിക്കാം. പക്ഷെ അതിനുശേഷം ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് മുമ്പേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കരിയർ എന്ന് പറയുന്നതിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ കോർപ്പറേറ്റ് വർക്കിംഗ് കൾച്ചർ എന്ന് പറയുന്നത് അവിടെ പ്രൊഫഷണലിസം വേണം, ഡിസിപ്ലിൻ വേണം, പിന്നെ നമ്മുടെ എംപ്ലോയറിനോട് അവരുടെ ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ടാവും, അതിനോട് നമ്മൾ എങ്ങനെ ഇണങ്ങി പോകുന്നു എന്നുള്ളത്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുമില്ലേ. കോർപ്പറേറ്റ് കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളുടെ സോഫ്റ്റ് സ്കില്ലുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. കാരണം ഈ സോഫ്റ്റ് സ്കില്ല് അതിപ്പോൾ കോർപ്പറേറ്റ് കരിയറിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും സോഫ്റ്റ് സ്കില്ലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാം. കാരണം റിക്രൂട്ട്മെൻറ്റിൽ ഒരു സെയിങ് ഉണ്ട്, ഹയർ ദ ആറ്റിറ്റ്യൂഡ് ട്രെയിൻ ദ സ്കിൽ. അത് എല്ലാ റിക്രൂട്ടേഴ്സിൻ്റെയും ബേസിക് മോട്ടോയാണ്, ഹയർ ദ ആറ്റിറ്റ്യൂഡ് ട്രെയിൻ ദ സ്കിൽ. കാരണം സ്കില്ല് കുറവാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. പക്ഷേ ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ അത് ആരെക്കൊണ്ടും ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. അത് നമുക്ക് സ്വാഭാവികമായും ഉണ്ടായി വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ മെയിനായിട്ട് എംപ്ലോയീസ് നോക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായിരിക്കും. സോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് നിങ്ങളെ കൺസിഡർ ചെയ്യാൻ തയ്യാറായിരിക്കും. അവർ നോക്കുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തയ്യാറാണോ, നിങ്ങളൊരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണോ, നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾ ചേർന്ന് പോകുന്നുണ്ടോ, നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കമ്പനിക്ക് ഒരു കോമൺ ഗോൾ ഉണ്ടാവും, ആ ഗോളിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ, തുടങ്ങിയ കാര്യങ്ങളാണ് എംപ്ലോയീസ് നിങ്ങളിൽ നോക്കുന്ന വില്ലിങ്നെസ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ എംപ്ലോയീസ് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ല് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇന്നത്തെ സിറ്റുവേഷനിൽ അവിടെ ഒരു ഷോർട്ടറാണെന്ന് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ എത്ര നല്ല ഡിഷ് പ്രിപ്പയർ ചെയ്താലും നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്ന പാത്രം മോശമാണെങ്കിൽ ആ ഫുഡ് താങ്കൾ കഴിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രിപ്പറേഷനും അതിൻ്റെ അവസാനം ഞങ്ങൾ ഇത് എങ്ങനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ അടുത്ത് ചെയ്യുന്നത്. താങ്കൾ കുറച്ച് മുമ്പ് ചോദിച്ചല്ലോ ഒരു സാധാരണക്കാരനെ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും റിമോട്ട് സ്ഥലത്തിൽ നിന്നുള്ള, കേരളത്തിൽ തന്നെ ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള ഒരു ഉൾസ്ഥലത്തു നിന്നുള്ള ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടണം. 6 മാസം അയാളുടെ റിലേറ്റീവ്സോ പേരൻസോ മറ്റാരും അയാളെ കാണാൻ പാടില്ല. അയാൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, അയാൾ എറണാകുളത്ത് തന്നെ ഉണ്ടായാൽ മതി. ഈ 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം ഇദ്ദേഹത്തെ അവർ കാണുമ്പോൾ ഇത് 6 മാസം മുമ്പ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോയ ആ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മോൻ തന്നെയാണോ ഇത്, ഇവനിപ്പോൾ ഒരുപാട് വളർന്നല്ലോ, അല്ലെങ്കിൽ അവന് വന്ന മാറ്റം കണ്ടിട്ട് ആ പേരൻ്റ് സർപ്രൈസ്ഡ് ആവണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ്. അത് ഞാനിത് പലരോടും അത് പറഞ്ഞിട്ടുമുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് ട്രാൻസ്ഫോം ചെയ്ത് ഒരു കേസ് സ്റ്റഡി ആയിട്ട് അവരെ ഒന്ന് ഞെട്ടിക്കണമെന്നുള്ളത്. ഇപ്പോൾ 6 മാസം കാണാതിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഗ്രാജുവലാണ്, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 2 ആഴ്ചയിൽ ഒരിക്കലോ 1 മാസത്തിൽ ഒരിക്കലോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് ഇയാൾക്ക് വരുന്ന ട്രാൻസിഷൻ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു 6 മാസത്തേക്ക് ആരെയും കാണാത്ത ഒരാൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കാണാതെ പരിചയക്കാരെ കാണാത്ത ഒരാളെ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ മേക്ക് ഷുവർ ദാറ്റ് വി ക്രിയേറ്റ് മിറാക്കിൾ. നമുക്കിത് കേൾക്കുന്ന പേരൻസിനും അവരുടെ മക്കൾക്ക് ഇതൊരു ചലഞ്ചായിട്ട് കൊടുത്താലോ? അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പേരൻസും, അതായത് ഒരു തൊഴിലന്വേഷകനായ അല്ലെങ്കിൽ അന്വേഷകയായ ഒരു ഉദ്യോഗാർത്ഥിയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ചലഞ്ചാണ്. കാരണം ഈ 6 മാസം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഈ പറഞ്ഞ കണ്ടീഷൻസിനൊക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ ഇദ്ദേഹവുമായി നിങ്ങളെ കണക്ട് ചെയ്തു തരും. അങ്ങനെ 6 മാസത്തിന് ശേഷം വലിയൊരു ട്രാൻസ്ഫോർമേഷന് ശേഷം നിങ്ങൾ മികച്ച ഒരു കമ്പനിയിൽ ജോലി നേടും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. ശരിയാണെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. അപ്പം ധൈര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക ഇതിന് ശേഷം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനം കൂടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ ചേഞ്ച്, അതും പ്രത്യേകിച്ചും തീരെ ആത്മവിശ്വാസം ഇല്ലാത്ത, ഒരു ഇൻ്റർവ്യൂ പോലും ജയിക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നലില്ലാത്ത ഒരാളെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷം. കാരണം ഒരു മിടുക്കനെ വീണ്ടും മിടുക്കനാക്കി മാറ്റാൻ എല്ലാവരെ കൊണ്ടും പറ്റും. അത്ര മിടുക്കില്ലാത്ത ഒരാളെ മിടുക്കനാക്കി മാറ്റുന്നിടത്താണ്
ഒരു പ്രൊഫഷണലിൻ്റെ, അതായത് എന്നെപ്പോലെ ഒരു മെൻറ്ററിൻ്റെ ശരിയായ വെല്ലുവിളി ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ, ഇനി അതല്ല ഒന്നിൽ കൂടുതൽ കിട്ടുകയാണെങ്കിലും തീർച്ചയായിട്ടും അത് എല്ലാ വിധത്തിൽ 100% അതൊരു വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് എടുത്ത് ചെയ്യാനായിട്ട് എൻബ്രിഡ്ജ് തയ്യാറായിരിക്കും. ഉറപ്പായിട്ടും എന്തായാലും അങ്ങനെ ആൾക്കാർ കാണും. നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ അത്രയും ദിവസങ്ങൾ മാറി ആൾക്കാർ നിൽക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തയ്യാറായിട്ട് വരട്ടെ. എന്തായാലും നമ്മളും അതിനൊരു എന്താ പറയുന്നത്, അതിന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു കാരണമായി മാറുന്നതിൽ നമുക്കും അതിൽ സന്തോഷമുണ്ടാകും. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പ്രായമുള്ളവർ പറയാറുണ്ട്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അങ്ങ് അടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും പല തൊഴിലിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ കുറച്ച് സ്കില്ല് കുറവുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ നൈപുണ്യങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ സ്കില്ല് കുറഞ്ഞവരെ, ആത്മവിശ്വാസം കുറഞ്ഞവരെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ശരിയായ ആറ്റിറ്റ്യൂഡ് മാറാൻ തയ്യാറല്ലാത്തവരെ, ഇപ്പൊ ചിലർ എനിക്കിത് മതി, എൻ്റെ ഒരു കംഫർട്ട് സോൺ ഇതാണ് എന്ന് പറയുന്നവരെ അങ്ങനെ ആ റൈറ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പിന്നെയും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പറ്റുമായിരിക്കും. അത് സാധിക്കുന്ന കഴിവുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകളും അതുപോലെയുള്ള പേഴ്സണാലിറ്റി ട്രെയിനേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ആ ലെവലിലേക്ക് അത്രയും എഫർട്ട് ഇടുന്നില്ല. കാരണം ഞങ്ങൾ കമ്പനീസിൻ്റെ അകത്ത് കയറി വർക്ക് ചെയ്യുന്നില്ല. കമ്പനീസിലേക്ക് ആളുകളെ കൊടുക്കുന്നതോടും വരെയാണ് ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത്. അവർ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുമ്പോൾ ഇൻ കേസ് അവർക്ക് ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് ചെയ്യാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ക്ലയൻസിന് മുമ്പിലേക്ക് വിടുകയുള്ളൂ. കാരണം ഈ ക്ലയൻസ് നോക്കിയായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഓബ്വിയസ്ലി ഞാൻ ഒരാളെ പ്രൊവൈഡ് വിടുമ്പോൾ എൻ്റെ ക്ലയൻറ്റിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അയാൾ കണ്ടിട്ട് വന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിലവാരമുള്ള, അല്ലെങ്കിൽ എൻബ്രിഡ്ജ് കിട്ടുകയാണെങ്കിൽ നിലവാരമുള്ള ഒരാളാണെന്ന്. ഞാൻ എൻ്റെ ട്രെയിനിങ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും ആദ്യത്തെ സെഷൻ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്കൊരു ജോബ് തരിക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ട്രെയിനിങ്ങും തരാം. അതിനാവശ്യമായിട്ടുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അതും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസിൻ്റെ ഓതറൈസേഷൻ ഉള്ള സ്ഥാപനം എൻബ്രിഡ്ജ് ആണ്. എൻബ്രിഡ്ജ് ഇൻ്റർനാഷണൽ ട്രെയിനിങ് ക്യാമ്പസ് എന്നാണ് ഞങ്ങളുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ട്രെയിനിങ്, ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സിലബസ്, ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ബലത്തിൽ, എല്ലാത്തിലുപരിയായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിൻ്റെ ബലത്തിൽ അയാളെ റെഡിയാക്കി എടുക്കാമെന്നും അയാളെ ഇൻ്റർവ്യൂ റൂമിൻ്റെ പുറത്ത് വരെ, ഡോറ് വരെ എത്തിക്കാമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ ഡോറിനകത്ത് അയാൾ ഒറ്റയ്ക്കാണ്. അവിടെ എല്ലാം ഇദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ട്രെയിനേഴ്സിനോട് പറയാറുണ്ട്, എൻബ്രിഡ്ജിൽ ജോയിൻ ചെയ്തു എന്നും പറഞ്ഞ് ഇനി ഞങ്ങളൊന്നും ചെയ്യണ്ട, ഞങ്ങളുടെ കരിയർ സെക്യൂർഡായി 6 മാസം അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ എൻബ്രിഡ്ജ് ഞങ്ങൾക്ക് ജോബ് തന്നോളും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധിക്കത്തില്ല. കാരണം എൻബ്രിഡ്ജ് പാതി, നിങ്ങൾ പാതി. നിങ്ങളുടെ എഫർട്ട് നിങ്ങൾ ഇടാൻ തയ്യാറാണെങ്കിൽ എൻബ്രിഡ്ജിന്റെ പാതി എൻബ്രിഡ്ജ് ഉറപ്പായിട്ടും പൂർത്തിയാക്കും. അപ്പൊ പ്ലേസ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള അതാണ് അല്ലേ? അതായത് പ്ലേസ്മെന്റിന് വരെയുള്ള ഡോർ വരെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഡോറിനകത്ത് എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് എൻബ്രിഡ്ജിൽ അവര് പഠിക്കണം. എൻബ്രിഡ്ജിൽ പഠനമില്ല, എൻബ്രിഡ്ജിൽ ടീച്ചേഴ്സ് ഇല്ല, എൻബ്രിഡ്ജിൽ സ്റ്റുഡൻസ് ഇല്ല. എൻബ്രിഡ്ജിന് മെൻറ്റേഴ്സും ട്രെയിനേഴ്സും ട്രെയിനീസും മാത്രമേ ഉള്ളൂ. ഒരു ട്രെയിനർ എന്ന് പറയുമ്പോൾ താങ്കൾക്കറിയാം, ഇപ്പോൾ ഒരു ജിം ട്രെയിനർ താങ്കൾ ജിമ്മിൽ പോകുമ്പോൾ എങ്ങനെ വെയിറ്റ് എടുക്കണമെന്ന് താങ്കൾക്ക് തിയറി പറഞ്ഞു തന്നിട്ട് അയാൾ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. അയാൾ ഹി ഓർ ഷീ they themselves are വർക്കേഴ്സ്. ഐ മീൻ ജിമ്മിൽ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. സോ അതാണ് ഒരു ട്രെയിനർ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ആരും തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനേഴ്സ് ആരും, ഇൻക്ലൂഡിങ് മീ, തിയറി പഠിച്ചിട്ട് വന്നിരിക്കുന്നവരല്ല. ഞങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷേ സ്വയം ജോലി ചെയ്തിരുന്ന ആളാണ് ഞാൻ. ഞങ്ങളുടെ ട്രെയിനേഴ്സ് മെജോറിറ്റിയും ഇതുപോലെ തന്നെ ജോബ് ചെയ്തിരിക്കുന്നവരാണ്. അവർക്ക് ആ റിയൽ ലൈഫ് സിറ്റുവേഷൻ അവർ കണ്ടിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇനി അഥവാ ഏതെങ്കിലുമൊക്കെ ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ ഉള്ള ട്രെയിനേഴ്സ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ പോലും, കാരണം ചിലപ്പോൾ അവൈലബിലിറ്റി ഉണ്ടായെന്ന് വരില്ല, അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും അവരുടെ മെൻറ്ററായിട്ട് നിൽക്കുന്ന ഞങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ അത്തരം ആളുകളെ മാത്രമേ നമ്മൾ മെൻറ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻബ്രിഡ്ജിന് ടീച്ചേഴ്സ് ഇല്ല, ഫാക്കൽറ്റീസ് ഇല്ല. സോ ഞങ്ങൾ അവരുടെ ഒപ്പം നിന്ന് ട്രെയിൻ ചെയ്യുന്നവരാണ്. ഇൻ്റർവ്യൂ ജയിച്ച് ശീലമുള്ള ഞങ്ങളാണ് ഇൻ്റർവ്യൂസ് എങ്ങനെ ജയിക്കണം എന്നുള്ളത് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. റിയലായിട്ട് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ് അക്കൗണ്ട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് അവരെ
എന്നെ ട്രെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് ഈ പറയുന്ന പോലെ ആവശ്യമുള്ള അത് എന്താണോ അത് മനസ്സിലാക്കി എടുത്തിട്ട് സംടൈംസ് വി ടോക്ക് ടു എംപ്ലോയീസ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഇൻ്റർവ്യൂ റൂമിനകത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച്. റിജക്ഷനായി പോയി കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നുണ്ട്. റിജക്ഷനായി പോയി കഴിഞ്ഞാൽ ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻ്റർവ്യൂ വി ടോക്ക് ടു ദ എംപ്ലോയർ. എന്തുകൊണ്ടാണ് ഈ കാൻഡിഡേറ്റിനെ റിജക്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് അവിടെ എന്താണോ അവർ റീസൺ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ കുറവായിട്ട് പറഞ്ഞത്, വി കോൾ ദം ബാക്ക്. ഞങ്ങൾ ട്രെയിനിയോട് വീണ്ടും വരാൻ പറയും. വന്നിട്ട് ചിലർക്ക് ഒരു ദിവസം ട്രെയിനിങ് മതിയായിരിക്കും, ചിലർക്ക് 3-4 ദിവസം ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് വി സെൻഡ് ദം ഫോർ അനദർ ഓപ്പണിംഗ്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ എൻബ്രിഡ്ജ് പറയുന്നത് ഒരു വ്യക്തിയെ, ഒരു ഉദ്യോഗാർത്ഥിയെ എങ്ങനെ ഉദ്യോഗത്തിന് പ്രാപ്യനാക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ ആളിനെ പ്രാപ്തനാക്കാം എന്നുള്ളതാണ്. ഇനി മറുവശത്ത് നമ്മൾ ഒരുപാട് പേര് ജോലി കിട്ടി ഒരുപാട് തൊഴിലിടങ്ങളിലേക്ക് പോകും. അപ്പോൾ അവിടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എംപ്ലോയർക്ക് വരുന്ന ചില വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഓൾറെഡി പല സ്കില്ലുകളും ഇല്ലാത്തവർ വരാം ഒരു വശത്ത്, മറുവശത്താണെങ്കിൽ ചിലർക്ക് ചില സ്കില്ലുകൾ കുറവായിരിക്കും. അപ്പോൾ അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള ഇത് വരും. സാധാരണഗതിയിൽ ഈ എംപ്ലോയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എംപ്ലോയീസ് നേരിടുന്ന പ്രശ്നങ്ങൾ മെയിനായിട്ട് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. അത് കമ്പനി പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങോ അവിടുത്തെ ചെയറോ ഓഫീസ് റൂംസോ സിസ്റ്റംസോ ഒന്നുമല്ല, മാൻ പവറാണ്. അതാണ് ഒരു എംപ്ലോയർ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ആ മാൻ പവർ കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സംഗതിയും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ മാൻ പവർ കറക്റ്റ് അല്ലെങ്കിൽ അത് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എംപ്ലോയീസ് ഞങ്ങളോട്ട് അത്രയും തിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള അവരുടെ ഏറ്റവും വലിയ റിക്വയർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളാണ്. ആ റിക്വയർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആ റിക്വയർമെൻറ്റ് ഫില്ല് ചെയ്യുന്നത് വഴി ആ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഏത് സ്ഥാപനങ്ങളാണല്ലോ അതിൻ്റെ വളർച്ചയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇനി ജോയിൻ ചെയ്തതിന് ശേഷം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു എക്സ്ട്രീം ഓണർഷിപ്പ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ബിക്കോസ് എക്സ്ട്രീം ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ എംപ്ലോയറെ പോലെ ചിന്തിക്കും, ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണെന്ന് ചിന്തിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് അത് ഇതുകൊണ്ട് സ്ഥാപനത്തിന് എന്ത് ഗുണം കിട്ടും? ഒരു ഡിസിഷൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ബൈബിളിൽ താലന്തിൻ്റെ കഥകൾ എന്നുള്ള ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്. അവന് കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് യജമാനൻ തിരിച്ചു വന്നപ്പോൾ അത് അതേപടി എടുത്തു കൊടുത്ത ആളെക്കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ പല എംപ്ലോയീസും അങ്ങനെയാണ്. അവരെ എന്ത് ഏൽപ്പിച്ചോ അത് മാത്രം അവർ ഹോൾഡ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനോ ഒരു ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഇതിങ്ങനെ ചെയ്യുന്നത് വഴി ഞാനൊരു സജഷൻ പറഞ്ഞു നോക്കാം, അത് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കപ്പെടട്ടെ എന്നുള്ള ഒരു അപ്രോച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന എംപ്ലോയീസ് ഉണ്ടായാൽ മാത്രമേ സ്ഥാപനം വളരുള്ളൂ. കാരണം ഒരു എംപ്ലോയർ എന്ന് പറയുന്ന ആൾക്ക് അയാൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ചിന്തകൾക്ക് ഒരു പരിമിതിയുണ്ട്. നോ മാറ്റർ ഹൗ ബ്രില്യൻറ്റ് ഹീ ഈസ്. പലപ്പോഴും ഈ ഐഡിയാസും കാര്യങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ട് പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോഴാണ് ആ സ്ഥാപനം വളരുന്നത് എപ്പോഴും. അപ്പോൾ ഇവിടെ എല്ലാ എംപ്ലോയീസിനും ആവശ്യമായ ഒരു സംഗതി എന്ന് എംപ്ലോയീസിനും ആവശ്യമായ ഒരു സംഗതി എന്ന് പറയുന്നത് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൊടുക്കുക, ആ എംപ്ലോയറെ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കാണുന്ന സമയത്ത് ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന റീൽസ് കാണാറുണ്ട്. അതായത് എംപ്ലോയീസിനെ കണ്ടിന്യൂസ്ലി കുറ്റം പറയുന്ന, എംപ്ലോയീസ് അവരെ ഊറ്റിയെടുക്കുകയാണ്, ചാറ് ഊറ്റുകയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നില്ല, പാക്കേജ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് റീൽസ് കാണാറുണ്ട്. ബട്ട് ദ റിയാലിറ്റി ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഞാനൊരു എംപ്ലോയർ ആയതുകൊണ്ട് പറയുകയല്ല. ഞാനൊരു എംപ്ലോയർ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം മറന്നേക്കൂ. പക്ഷേ ഐ ഇൻട്രാക്ട് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് എംപ്ലോയേഴ്സ്. എനിക്കറിയാം ഇന്നത്തെ കാലത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് പഴയ പോലെ അല്ല. അവർക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. 5 വർഷം 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ന് എല്ലാ എംപ്ലോയീസും തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു എംപ്ലോയിയാണ്, നല്ല മിടുക്കനായ ഒരു എംപ്ലോയിയാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് എല്ലാ എംപ്ലോയീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മിടുക്കനായ ഒരു ആളെ കിട്ടുകയാണെങ്കിൽ അയാളെ എന്ത് വില കൊടുത്തും കൂട്ടത്തിൽ നിർത്താൻ എംപ്ലോയീസ് തയ്യാറാണ്.
അതുകൊണ്ടാണ് സാലറി മാത്രമല്ലല്ലോ ഇന്നിപ്പോൾ ഓഫീസുകളിൽ നിന്ന് കമ്പനി ചെലവിൽ ടൂറിന് പോകുന്നതായിക്കോട്ടെ, അവരെ ഇടയ്ക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നതായിക്കോട്ടെ, പാർട്ടികൾക്ക് കൊണ്ടുപോകുന്നതായിക്കോട്ടെ, അവർക്ക് മറ്റെന്തെങ്കിലും ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിക്കോട്ടെ, 50 ലക്ഷം രൂപ വരെയുള്ള കാറുകൾ ഗിഫ്റ്റ് ചെയ്ത എംപ്ലോയീസ് വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും നമുക്ക് മുൻകാലങ്ങളിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. സോ എനിക്കൊരു ജോബ് സീക്കറോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു സംരംഭകനാകാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു എംപ്ലോയർ ആകാൻ പറ്റില്ല. സോ ചില ആളുകൾ എംപ്ലോയറായി, ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അയാളുടെ കൂട്ടത്തിൽ നിന്ന് അയാളെ സപ്പോർട്ട് ചെയ്താൽ അയാൾ വളരുന്നതിനൊപ്പം നിങ്ങളും വളരും, അത് ഉറപ്പാണ്. ഇനി നിങ്ങൾ ഒരാളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും അയാൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടും അയാൾ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് കിട്ടുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ അത് അയാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. ഗോ ടു ഹിം, ടോക്ക് ടു ദം. നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് പറയുക. അവരത് അപ്പോഴായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് അവർ നിങ്ങൾ അർഹിക്കുന്ന ഹൈക്ക് തരുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള, ആഗ്രഹിക്കുന്നതെന്ന് വാക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല, നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത് തരുന്നില്ല എന്നാണെങ്കിൽ then it's time to say goodbye. പക്ഷെ അതിനു മുമ്പ് അവർക്കൊരു ചാൻസ് കൊടുക്കണം. ഒരു ജോബ് വലിച്ചെറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരോട് സംസാരിക്കണം. നമ്മൾ അവരോട് സംസാരിച്ചിട്ട് നമ്മളുടെ കോൺട്രിബ്യൂഷൻസിന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്നിട്ട് അവർ നമ്മളെ കൺസിഡർ ചെയ്യാനായിട്ട് താല്പര്യം, അവർ വില്ലിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും, വില്ലിങ് ആണെങ്കിൽ ആ ഓഫർ സ്വീകരിച്ച് വീണ്ടും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തയ്യാറായി അവിടെ നിൽക്കുകയും ചെയ്യുക. മറിച്ചാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റൊരു എംപ്ലോയറെ അന്വേഷിക്കുക. കാരണം നിങ്ങളുടെ ഈ എംപ്ലോയർക്ക് നിങ്ങളെ വിലയില്ലെങ്കിൽ നിങ്ങളെ വിലയുള്ള മറ്റാരൊക്കെയോ ഒരുപാട് പേര് അപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് എംപ്ലോയേഴ്സിനാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഇന്ന് ഏതാണ്ട് ഒരു 99% എംപ്ലോയീസും ഒരാൾ കമ്പനിക്ക് ഒരു അസറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ വിടാതെ ചേർത്ത് നിർത്താറുണ്ട്. സോ എനിക്ക് ജോബ് സീക്കേഴ്സിനോടും പറയാനുള്ളത് അതാണ്. നിങ്ങൾ റീലുകളിൽ കാണുന്ന നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകൾ അവരെന്തെങ്കിലും ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടോ ഒന്നും നിങ്ങളുടെ മനസ്സുമെടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ മിടുക്കനാണെങ്കിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് റൈറ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ഒരുപാട് കോർപ്പറേറ്റുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് വമ്പൻ ടൈക്കൂൺസ് മാത്രമെന്ന് കരുതരുത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നല്ല രീതിയിൽ പാക്കേജ് കൊടുക്കുന്ന ഒരുപാട് സാധാരണ സ്ഥാപനങ്ങൾ വരെയുണ്ട്, സ്റ്റാർട്ടപ്പുകളുണ്ട്. സോ ഒരു ഓപ്പണിങ് കിട്ടുക എന്നുള്ളത്, നല്ലൊരു കരിയർ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ 2 ചോദ്യങ്ങൾ വളരെ ക്വിക്കായിട്ട്. ഒന്ന്, എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എൻബ്രിഡ്ജിലേക്ക് വരേണ്ടത്? 2, ഇപ്പൊ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് ജെൻസിയെ മെരുക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. അപ്പൊ അതൊരു വലിയ പണിയാണോ? ജെൻസി എന്തിനാ മെരുക്കുന്നത്? ജെൻസിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമുണ്ടോ? ഈ എല്ലാ തലമുറ ഉണ്ടായപ്പോഴും അതിന് തൊട്ടു മുമ്പത്തെ തലമുറ അവർ ഇത് തന്നെയാണ് അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ തലമുറയിലുള്ളവരാരും രക്ഷപ്പെട്ടില്ലേ? ആ തലമുറയിലുള്ള പലരുമാണ് ഇന്നത്തെ പല എൻ്റർപ്രണേഴ്സും, അല്ലെങ്കിൽ പല ഉയർന്ന ഉദ്യോഗസ്ഥരും, അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്ന CEOs ആയിട്ടും അങ്ങനെ പല പൊസിഷനിൽ ഇരിക്കുന്നവരെല്ലാവരും ഒരു പക്ഷേ ഇതേപോലത്തെ പേര് കേൾപ്പിച്ചവരായിരിക്കും. അവർക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടി, കറക്റ്റ് ട്രാക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെക്കാളും മിടുക്കർ കാണത്തില്ല. താങ്കൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ജെൻസീസ്, അവരുടെ ഏജ് ഗ്രൂപ്പ് അറിയില്ലോ താങ്കൾക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന അവരുമായിട്ടാണ്. അവരുടെ അടുത്തൊക്കെ ഉള്ള ചില ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വില കൊടുത്തോ അവരെ കൂടുതൽ നിർത്താൻ തോന്നും. ബിക്കോസ് നമ്മൾ 10 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില വർക്കുകൾ ഈ മിടുക്കന്മാർ 2 മണിക്കൂറിനകത്ത് ചെയ്ത് തീർക്കും. അപ്പോൾ അവരെ മെരുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങ് മറന്നിട്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ എനർജിയെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇവരെക്കാളും നല്ല അസറ്റ്, ബിക്കോസ് ദേ ആർ എക്യുപ്ഡ് വിത്ത് ടെക്നോളജി. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. 30 വയസ്സ് കഴിഞ്ഞ് ഒരാൾക്ക് അറിയില്ലാത്ത ടെക്നോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ജെൻസിക്കാരനറിയാം. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു എംപ്ലോയറിനെ എടുക്കുക. അതിന് സാധിക്കാതിരുന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനത് എൻ്റെ വാചകമല്ല ഉപയോഗിച്ചത്. കാരണം പലരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ജെൻസി സ്റ്റെയർ, ജെൻസിയുടെ ഒരു നിസ്സംഗാവസ്ഥ. ഈ പറയുന്നത് പോലെ 2 മണിക്കൂർ കൊണ്ട് മറ്റൊരാളെ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി തീർത്തിട്ടായിരിക്കാം ഇയാൾ അവിടെ വെറുതെ ഇരിക്കുന്നത്. പക്ഷെ അന്നേരം അവനൊന്നും പണി എടുക്കുന്നില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ജനറേഷൻ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയാറുണ്ട്, എൻബ്രിഡ്ജിലേക്ക് ആരൊക്കെയാണ് വരേണ്ടതെന്നുള്ളത്. ഒരു
കരിയർ ആവശ്യമുള്ള, ലൈഫിൽ ഒരുപാട് അംബീഷൻസ് ഉള്ള, നന്നായിട്ട് പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ള, സ്വന്തം കാര്യങ്ങൾ നോക്കണമെന്ന് ആഗ്രഹമുള്ള, നല്ല ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള, നല്ല പ്രീമിയം കാറുകൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള, സ്വന്തം പേരൻസിന് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പൗസ് ഉണ്ടാകുമ്പോൾ ആ സ്പൗസിനെ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട്, മക്കളുണ്ടാകുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവരാഗ്രഹിക്കുന്ന ന്യായമായ നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ എൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ചെറുപ്പക്കാരിക്കും ഞങ്ങളുടെ അടുത്തേക്ക് വരാം. അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ, അവർ ട്രാൻസ്ഫോർമേഷൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യും. അവരുടെ ഫസ്റ്റ് ജോബ് ഞങ്ങൾ കൊടുക്കും. അത് സെക്കൻഡ് ജോബ് മുതൽ അവർക്ക് ആരുടെ സപ്പോർട്ട് വേണ്ടി വരികയല്ല, അവരെ ഏതെങ്കിലും നല്ല എംപ്ലോയീസ് ഹയർ ചെയ്തോളും. ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും ഇവർക്ക് തോന്നുകയാണ് ആ എൻ്റർപ്രണർ ആവാനുള്ള ടേസ്റ്റ് എനിക്കുണ്ട്, അതിനുള്ള കഴിവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വർഷത്തെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടിക്കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക. സോ ദാറ്റ് വരും വർഷങ്ങളിൽ എൻബ്രിഡ്ജിൽ നിന്ന് കൂടുതൽ ജോബ് സീക്കേഴ്സ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവരുടെ തന്നെ സീനിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത കമ്പനികളിൽ ഈ ആളുകളെ, അവരുടെ ജൂനിയേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു അഭിമാനം എൻബ്രിഡ്ജിന് വേറെ ഉണ്ടാവാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ, അതുപോലെ തന്നെ മെച്ചപ്പെട്ട ശേഷിയുള്ള, മെച്ചപ്പെട്ട ആറ്റിറ്റ്യൂഡുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കായിട്ട് അങ്ങയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇനിയും കൊടുക്കുക. അപ്പോൾ കുറേ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് പലർക്കും പ്രയോജനപ്പെടും. അത് എംപ്ലോയേഴ്സിനാണെങ്കിലും ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ ജോലിയുള്ളവർക്കാണെങ്കിലും. വളരെ നന്ദി ഇത്രയും നേരം വാല്യൂ പ്ലസിനൊപ്പം സഹകരിച്ചതിന്. താങ്ക് യു സോ മച്ച്.